Morning. Good morning, ma'am. Sorry. Good morning, ma'am. Morning. Good morning, ma'am. Morning. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. കഴിച്ചു. എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? കാലാവസ്ഥ എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു. മഴ എവിടെയാണ്? അഞ്ചരയുടെ വീട് എവിടെയാ? എന്റെ വീട് മഞ്ഞപ്ര, അങ്കമാലി മഞ്ഞപ്രയാ. മഴ പെയ്തോ അവിടെ? മഴ പെയ്തു. 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ചൂട് വലിയ ബുദ്ധിമുട്ടില്ല. ചൂട് അത്ര കുഴപ്പമുണ്ടാവില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു ദിവസം മാത്രം പെയ്തുള്ളൂ. 2 ദിവസം മുന്നേ മാത്രം പെയ്തുള്ളൂ. അത് ഭയങ്കര ചൂടാണ്. ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ മാം. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സെലക്ഷൻ പ്രൊസീജിയർ, സെലക്ഷന്റെ സ്റ്റെപ്പാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. സെലക്ഷന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ പറഞ്ഞത്. സെലക്ഷന്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് 6 സ്റ്റെപ്പ് ആണുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ആപ്ലിക്കേഷൻ ഫോം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ഷൻ ടെസ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ ഫോർത്ത് സ്റ്റെപ്പ്, റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഹയറിംഗ് ഡിസിഷൻസ് സിക്സ് സ്റ്റെപ്പ്. അങ്ങനെ 1 to 6 സ്റ്റെപ്പ് വരെയാണ് എന്തിനുള്ളത്? സെലക്ഷൻ ഉള്ളത്. അതില് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഡയഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബോട്ടം ടു ടോപ്പ് വരെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആപ്ലിക്കേഷൻ ഫോം എന്താണ്, അതുപോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ എടുത്തായിരുന്നോ? 2 പോയിന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ പറഞ്ഞത്. നമ്മള് 2 സ്റ്റേജ് പറഞ്ഞിരുന്നോ? ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞത് സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് തൊട്ട് നമുക്ക് പറയാം.
selection test. Every organization has its own rules for the selection process to gather the necessary information about the candidate or to reject the candidate who are not qualified for the interview. അപ്പൊ എന്താണ് എല്ലാ ഓർഗനൈസേഷനിലും അവരുടേതായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. ആ റെഗുലേഷൻസിലൂടെയാണ് നമ്മൾ ഓരോരുത്തരെയും സെലക്ട് ചെയ്തിട്ടുള്ള സെലക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസിലൂടെയാണ്. ആ റൂൾസും റെഗുലേഷൻസും വെച്ചിട്ടാണ് ഓരോ കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ജോബിൽ സ്കില്ലുള്ള നോളജ് ഉള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ അൺഫിറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Generally, selection tests are for the information provided by the applicant in the application form. A selection test could supply beneficial information in terms of their attitude, hobbies, personality, etc., which cannot be obtained through an application form. അപ്പോൾ നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റിലൂടെ എന്തൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്? അവരുടെ ഹോബീസ് എന്താണ്, പേഴ്സണാലിറ്റിയെ കുറിച്ച് അറിയാൻ പറ്റും. അവരുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, ടേസ്റ്റ്, അല്ലെ, ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സെലക്ഷൻ പ്രൊസീജിയറിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് സെലക്ഷൻ ഇന്റർവ്യൂസ്. Selection tests are followed by a personal interview with the candidate. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സണൽ ആയിട്ടാണ് ഓരോ കാൻഡിഡേറ്റിനും നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. A primary goal of a personal interview is to thoroughly ask the candidate for the job. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഓരോരുത്തരെയും ഇന്റർവ്യൂ ചെയ്യുന്നത്? അവരെ കുറിച്ച് അറിയാനായിട്ട്, നമുക്ക് thoroughly അല്ലെ കറക്റ്റ് ആയിട്ടാണ് അവരെ വിലയിരുത്താനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ പേഴ്സണൽ ഇന്റർവ്യൂവിനെ സാധിക്കുന്നത്. പ്രൈമറി ആയിട്ടുള്ള ഗോള് എന്തൊക്കെയാണ്, അവരുടെ ടേസ്റ്റ് എന്താണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, അവരുടെ പേഴ്സണാലിറ്റി, ഹോബീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂവിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. It has gives a chance to the candidate to gain all the information about the organization. Sometimes the preliminary interview takes place before conducting the test. അപ്പോ ഈ ഓർഗനൈസേഷന് എന്താണ്, ഓർഗനൈസേഷനിലെ വിവരങ്ങൾ നമ്മളിപ്പോ ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താണ്, ഒരു മാനേജറും അല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പോ ഈ കാൻഡിഡേറ്റിന്റെ ഇൻഫർമേഷൻസ് മാത്രമല്ല, കാൻഡിഡേറ്റിന് എന്താണ് കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇന്റർവ്യൂയിലൂടെ. ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും കാൻഡിഡേറ്റിന് ലഭിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ എന്താണ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്, പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തുന്നതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ. എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാല്? മെഡിക്കൽ എക്സാമിനേഷൻ ഈസ് performed in order to observe the candidate's stamina or patient's level under pressure, as there are several jobs which require a lot of patience. Medical examinations evaluate whether the candidate possesses these qualities or not. It identifies the deficiencies of selective and qualitative placement for the positive course and not for rejection only. It also indicates the suitability of the candidate for the job and prevent the transfer to other job options, positions. Okay. മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, വളരെയധികം ക്ഷമയുള്ള ജോബ്. ചിലപ്പോൾ നമ്മൾ വളരെയധികം ക്ഷമയോടെയൊക്കെ ചെയ്യേണ്ട ജോലികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള ജോബുകളിൽ നമ്മള് എന്താണ് കാൻഡിഡേറ്റിന്റെ ക്ഷമ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ എക്സാമിനേഷൻസ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മെഡിക്കൽ ഇവാലുവേഷൻസ്, അവരെ മെഡിക്കൽ ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ട് എക്സാമിനേഷൻസുകൾ എന്താണ് വളരെയധികം
അവർക്ക് ക്ഷമയുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ എക്സാമിനേഷൻസ് ഈ കാൻഡിഡേറ്റ്സിനെ നമ്മൾ നടത്തുന്നത്. ഓക്കെ, അവരുടെ സ്റ്റാമിന അറിയാനായിട്ടും അവരുടെ പേഷ്യൻസ് ലെവൽ അറിയാനായിട്ടും ഒരു മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നത്. അപ്പോ കാൻഡിഡേറ്റ്സിന്റെ ഗുണങ്ങൾ എന്താണ്? കാൻഡിഡേറ്റ്സിന് അത് പെർഫോം ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ജോബില് തുടർന്ന് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് എന്താണ് ഷെഡ്യൂൾ സഹിച്ച് നിൽക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ജോബുകൾ ഉണ്ട് അല്ലെ. പല ടാർജറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഓർഗനൈസേഷനും ടാർജറ്റ്. പിന്നെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടാണ് ഞാൻ അതിന് നിൽക്കുന്നത്. അല്ലെങ്കിൽ പറയാറുണ്ടായിരുന്നു എന്താണ്, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് കടിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു രീതിയിലും ആളുകൾ അല്ലെ ജോബ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് വേണം എന്നൊരു നിലയിൽ എത്തുമ്പോ എന്താണ്, ഇങ്ങനൊരു ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോബ് നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ സഹിച്ച് നമ്മൾ നിൽക്കും. ജോബ് പ്രത്യേകിച്ച് ആരും കളയില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പേഷ്യൻസ് ലെവൽ ആയാലും അവരുടെ സ്റ്റാമിന ആയാലും അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നത്. കാൻഡിഡേറ്റ് അത് എന്താണ്, കാൻഡിഡേറ്റിന് ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ എക്സാമിനേഷൻ അവര് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഹെൽത്ത് പേഷ്യൻസ് ലെവൽ ആയാലും നമ്മുടെ സ്റ്റാമിന ആയാലും അതിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ഹെൽത്ത് നഷ്ടപ്പെടാതെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് ഈ മെഡിക്കൽ എക്സാമിനേഷൻ വഴി സഹായിക്കുന്നുണ്ട്. ഇനി ഒരു നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. A medical examination is performed to place the right candidate at the right job where they can function without any kind of ill-effect or loss of their health. It is generally performed by the organization's own physician or a medical officer authorized by the organization. എന്താണ് അതിൽ പറയുന്നത്? അവർക്ക് എന്താണ്, കമ്പനിക്ക് എന്താണ്, കമ്പനിയുടേതായിട്ടുള്ള സ്വന്തം ഒരു ഫിസിഷ്യൻ ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ, മെഡിക്കൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷനായിട്ടുള്ള ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ്, ഓക്കെ, ഈ മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് പറയാം. മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്, സെലക്ഷൻ ഇന്റർവ്യൂ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. വായിച്ചു നോക്കാം കേട്ടോ.
Okay, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. Next ആണ് reference check and the background verification. Selection procedure includes this step of a reference check and a background verification for the purpose of revealing more information regarding the candidate. Organizations request the candidate for some references from whom they can gain some more information. This information may be concerned with their background, character, working, etc. This reference may include ex-employers of the candidate, people from educational institutions of the candidate, or some other important people who know the candidate's attitude and skills. In India, references are not supported to be of much importance due to their subjectivity, but they are an important source of valuable information which cannot be obtained from any other source. അപ്പോൾ റഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, കാൻഡിഡേറ്റ്സിന്റെ എല്ലാത്തരം ഇൻഫോർമേഷൻസും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലെ. കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആയാലും കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടറിനെ കുറിച്ചായാലും എവിടെയാണ് ഇതിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി, ഇതിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റിലായിരുന്നു എന്തായിരുന്നു അദ്ദേഹം ചെയ്ത ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അറിയാലോ, നമ്മുടെ പേര്, വിവരങ്ങള്, അതുപോലെ തന്നെ എല്ലാ ഹിസ്റ്ററീസും, അതുപോലെ തന്നെ ക്യാരക്ടർ, വർക്കിംഗ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞോളൂ. വേറൊരു കമ്പനിയിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് റഫറൻസ് ചെക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതില് ഇപ്പോ എന്തൊക്കെയാണ് പഠിച്ച കാര്യങ്ങൾ അല്ലെ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെയുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇന്ത്യയിൽ എന്ന് പറഞ്ഞാല് ഈ റഫറൻസ് ചെക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. പക്ഷെ അവൈലബിൾ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് നമുക്ക് ഈ റഫറൻസ് ചെക്കിൽ നിന്ന് എന്താണ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. റഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് എന്താണ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആയാലും ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും, അതുപോലെ തന്നെ എന്താ ഈ വർക്കിംഗ് ഡീറ്റെയിൽസ്, മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസിലും, എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് ആയാലും ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനിയും നോക്കാം, hiring decisions or approval by appropriate authority. Finally, based on about step, appropriate candidates are recommended for selection by the personal department or selection committee. May hold the responsibility of finalizing the candidate for the job. എന്താണ് ഈ ലാസ്റ്റ് എല്ലാ സ്റ്റെപ്പുകളും സെലക്ഷൻ പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണല്ലേ എന്ന് പറയുന്നത് ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഫൈനലി ഒരാളെ സെലക്ട് ചെയ്യണം അല്ലെ. നമ്മുടെ കമ്പനിയിലേക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അന്തിമമായിട്ടുള്ള ഫൈനൽ നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് ഒരാളെ സെലക്ട് ചെയ്യുക, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലുള്ള നോളജ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുക എന്നതാണ് ഫൈനൽ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മിറ്റി, സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇന്ന ആളെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ടോപ്പ് മാനേജ്മെന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. നോക്കി, sometimes organizations have their own staff to recommend the candidate for the final selection by the top management. Generally, organizations assign different authorities to approve the final selection of the candidate. On receiving the approval, the candidate are
about their selection in the organization and are requested to report to the concerned persons. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് ടോപ്പ് മാനേജ്മെന്റിനോട് റിക്വസ്റ്റും റെക്കമെൻഡ് ചെയ്യും, ഇന്നാളെ സെലക്ട് ചെയ്യാം. അപ്പോ ചില സന്ദർഭങ്ങളിൽ എന്താണ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നത്, ഈ എന്താ ഡിഫറെന്റ് അതോറിറ്റിനെ അസൈൻ ചെയ്യുന്നു, ഇന്നാളെ സെലക്ട് ചെയ്യാം എന്നുള്ളത്, ഏതാളെ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവര് പറയും ഇന്നാളെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കറിയാം അല്ലെ, സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത്രയും ക്വാളിഫൈഡ് ആയിട്ട് നല്ല സ്കില്ലുള്ള നോളജ് ഉള്ള ആളെ ആയിട്ട് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ പറ്റും അല്ലെ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാൻഡിഡേറ്റ്സിനെ കോൺടാക്ട് ചെയ്ത് ഇന്ന ദിവസം കണ്ടോളൂ, എന്നിട്ട് ഇന്ന ആളെ കണ്ടോളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ കോൾ ചെയ്യും അല്ലെ, ഇന്ന ദിവസം വരാം, ജോയിൻ ചെയ്യാം, ഇന്നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് തരില്ലേ. അതുപോലെ തന്നെയാണ് കാൻഡിഡേറ്റ്സിനോട് ഇൻഫോം ചെയ്യും, ഇന്നാളെ വന്ന് കണ്ടോളും എന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ള സെലക്ട് ചെയ്യുകയാണ് ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്പില് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ പഠിച്ചത് ആദ്യം അപ്ലിക്കേഷൻ ഫോം ആയിരുന്നു, അല്ലെങ്കിൽ എന്താ സ്ക്രീനിങ്, നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റഫറൻസ് ചെക്ക്, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ലാസ്റ്റ് വന്നിട്ട് ഫൈനലി ഡിസിഷൻ. അയച്ചു
Okay, next ആണ് preliminary interview. The first step in the process of the selection is the preliminary interview. After it has used various recruitment sources and method to recruit the candidate. So first step എന്ന് പറയുന്നത് preliminary interview ആണ്. നമ്മൾ എന്താണ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്? പല പല സോഴ്സുകൾ, പല പല മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. A preliminary interview is a brief interview in which simple questions like the skills, experience, and the salary expectations of the candidate are asked. Okay, on the preliminary interview, like the very simple questions they can skill, experience, salary expectations. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറി എത്രയാണ് അറിയാമോ? അല്ലെ, എക്സ്പെക്ട് ചെയ്ത സാലറി നമ്മൾ ചോദിക്കാറുണ്ട്. അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. Preliminary interview was the organization to visit the candidate who are unsuitable for the job because they are either unqualified or unsuitable for the job. എന്താണ് നമ്മള് നോക്കുമല്ലേ, ക്വാളിഫൈഡ് ആണോ, സ്കിൽ ഉണ്ടോ, നോളജ് ഉണ്ടോ, അൺക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് ജോബിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് അയാളെ റിജക്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. Organization must ensure that the admission process does not lead to unnecessary rejection or elimination of the dispute candidate. The face-to-face method can be used for the preliminary interview. In our oral interview, face-to-face conversation interviews employer candidate face-to-face conversation face-to-face method ആണ് അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ, എംപ്ലോയീസിനെ കുറിച്ച്, എംപ്ലോയീസിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഓർഗനൈസേഷനെ കുറിച്ച് പല പല ക്വസ്റ്റ്യൻസ് തിരിച്ചും എംപ്ലോയറോട് ചോദിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ രണ്ടുപേരെയും കുറിച്ച്, ഓർഗനൈസേഷനെ കുറിച്ച്, എംപ്ലോയീസിനെ, കാൻഡിഡേറ്റ്സിനെ, ഓർഗനൈസേഷനെ കുറിച്ചും എംപ്ലോയർക്ക് കാൻഡിഡേറ്റിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇതിന്റെ interviews. The organizations in order to serve their time efficiently conducted interview of the phone worker are many applicants in physical job opportunity. നമ്മള് പറഞ്ഞു കുറേ അപ്ലിക്കൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്, ക്രിയേറ്റിംഗ് എ വീഡിയോ ടാഗ് in which several applicants are asked and some questions to answer is other techniques used by recruitment agencies. At the last, the organization received the video tag. The techniques speed up the screening process within the organization, so it is very personal outreach. അപ്പോൾ ആ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇംപേഴ്സണൽ ഔട്ട്റീച്ച് മെത്തേഡ് ആണ്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം. വീഡിയോ ടാപ്പ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞു കുറേ കാൻഡിഡേറ്റുകൾ ഉണ്ടെങ്കിൽ അവരെ 1-2 ദിവസം കൂടി നമുക്ക് ഇന്റർവ്യൂ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂ നടത്തുന്നു. റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് അവര് പോയതിനു ശേഷം നമ്മൾ അവരുടെ ഓരോ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് അവരെ സ്യൂട്ടബിൾ ആണോ അൺസ്യൂട്ടബിൾ ആണോ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ് ആണ് വീഡിയോ ടാഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. കേട്ടോ, മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് എഴുതി തരാം, ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചാൽ മതി. എഴുതാം, വീഡിയോ ടാഗ് ഇന്റർവ്യൂസ്. ഹെഡിങ് കൊടുക്കാം കേട്ടോ, വീഡിയോ ടാഗ് ഇന്റർവ്യൂസ്. ഒറ്റ ലൈനേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് എഴുതി എടുത്താൽ മതി. വീഡിയോ ടാഗ് ഇന്റർവ്യൂസ് is a recorded conversation between 2 or 3
between interviewer between an interviewer an interviewer and an interviewee ഒന്നുകൂടി വായിക്കാം. വീഡിയോ ടാപ്പ് ഇന്റർവ്യൂസ് ഈസ് എ റെക്കോർഡഡ് കോൺവെർസേഷൻ between an interviewer and an interviewee. Okay, ഒരു റെക്കോർഡഡ് കോൺവെർസേഷൻ ആണ്. അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അവർ പറയുന്ന ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ, എന്നിട്ട് നമ്മൾ അത് കേട്ട് മനസ്സിലാക്കി അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ സൂട്ടബിൾ ആണോ അൺസൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഡിസിഷൻ എടുത്ത് അവർ ചിലപ്പോൾ റിജക്ട് ചെയ്ത് കളയും. സൂട്ടബിൾ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് വീഡിയോ ടാപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതെന്താണ്, പേഴ്സണൽ ആണ്, റിജിഡ് ആണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. A person who has never played soccer in his or her life will be automatically dismissed in the preliminary interview as he or she does not meet certain requirements of being a team members of a soccer team. സോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത് കളി എന്നാണ്. അപ്പൊ ഈ എന്താണ് സോക്കർ കളിയിൽ പന്ത് കളിയിൽ കൂടുതലും അറിവില്ലാത്ത ആളുകളെയാണ് കളിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്, അല്ലെ? നമ്മളൊരു കളിയിൽ ഇപ്പൊ നമ്മള് പണ്ട് കാലങ്ങളിലൊക്കെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കളിക്കാറുണ്ടല്ലേ. പക്ഷെ അറിയാൻ പാടില്ലാത്ത ആളുകളോട് പറയാറുണ്ട്, നീ അവിടെ മാറി നിൽക്കുന്നത് അതിന്റെ കളിയാണ്, എന്നിട്ട് അത് പഠിച്ചിട്ട് വന്നിട്ട് എന്താണ് കളിക്കാം എന്നൊക്കെ പറയാറുണ്ട് നമ്മള്, അല്ലെ? അതുപോലെ തന്നെയാണ് എന്താണ് പന്ത് കളിയിൽ കൂടുതലും ആളുകളെ പുറത്താക്കുന്നത് എത്തരത്തിലുള്ള ആളുകളെയാണ് പറയുന്നത്, അറിയാത്ത ആളുകളെയാണ് നമ്മൾ റിജക്ട് ചെയ്ത് കളയുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ഇന്റർവ്യൂസിൽ എങ്ങനെയാണ് ഈ വീഡിയോ ടാപ്പ് ആയാലും പല ഇന്റർവ്യൂസ് പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ മേഖലകളിൽ ഏത് പൊസിഷനിലേക്കാണോ ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് ആ പൊസിഷനിലെ ആളുകൾക്ക് നോളജും സ്കില്ലും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്ത് കളയുന്നുണ്ട്, റിജക്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അൻഷുക്ക് ഒരു പാരഗ്രാഫും കൂടി ഉണ്ട്, അത് പറഞ്ഞിട്ട് വായിക്കാം. A preliminary interview should be someone who encourages confidence and sincerely interested in people and has a responsibility, reliable judgment and it comes to judging applicants. Apart from this quality and the interviewer should be polite, friendly, and open-minded. He or she should not look impatient or impolite. Preliminary interview are also known as courtesy interviews in this case. Okay, അപ്പോൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന അദ്ദേഹം അല്ലെങ്കിൽ ഇന്റർവ്യൂവർ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം, നമ്മളോട് പൊളൈറ്റ് ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡ് ആയിട്ടും പെരുമാറണം എന്നാ പറയുന്നത്. ഓക്കെ, ഒരിക്കലും അദ്ദേഹം ഇംപേഷ്യന്റ് അല്ലെങ്കിൽ ഇംപൊളൈറ്റ് ആവാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അക്ഷമനാവാനായിട്ട് പാടില്ല. ഇപ്പൊ ചിലവര് ഇന്റർവ്യൂ നടത്തുമ്പോ ഇപ്പൊ കാൻഡിഡേറ്റ് വന്നിരിക്കുമ്പോ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, പക്ഷെ ഇവര് നന്നായിട്ട് ഇങ്ങനെ ഉത്തരം പറയുന്നത് കാണാം, പക്ഷെ ഒരിക്കലും തെറ്റായിരിക്കും നമ്മൾ പറയുന്നത്. ഇങ്ങനെ നമ്മൾ വല്ല എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാല് കാൻഡിഡേറ്റ്സിൽ എനിക്കറിയാം എന്ന നിലയിൽ ഇവര് നല്ല രീതിയിൽ ഉത്തരം പറയുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോ തെറ്റാവാൻ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ ഇന്റർവ്യൂർക്ക് ചിലപ്പോ ദേഷ്യം വരാം. ഓക്കെ അല്ലെ, തെറ്റ് പറയുമ്പോ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോ എന്താണ് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ദേഷ്യം തോന്നാം, അല്ലെ? പക്ഷെ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ പൊളൈറ്റ് ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും ഓപ്പൺ മൈൻഡ് ആയിട്ടും പെരുമാറാം. ചിരിച്ചുകൊണ്ട് അവരെ നമ്മള് തെറ്റായാലും ചിരിച്ചുകൊണ്ട് നമ്മൾ അവരെ ഫേസ് ചെയ്യാനായിട്ട് നോക്കാം, ഫ്രണ്ട്ലി ആയിട്ട് അവരോട് പെരുമാറാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോ അത് പറയുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും, അല്ലെ? ടെൻഷൻ വരാൻ സാധ്യതയുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ നമ്മളുടെ കൂടെ ഫേസ് ടു ഫേസ് ഇരിക്കുന്ന ആളുകളോട് ഓപ്പൺ മൈൻഡ് ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും ചിരിച്ചുകൊണ്ടൊക്കെ പല പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ടെൻഷനൊക്കെ പറയാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെ? ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പോകാനായിട്ട് പറ്റും.
അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഇന്റർവ്യൂവർ പൊളൈറ്റ് ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും ഓപ്പൺ മൈൻഡഡ് ആയിട്ടും നമ്മളോട് കാൻഡിഡേറ്റ്സിനോട് പെരുമാറാനായിട്ട് നോക്കുക. ഒരിക്കലും ഇംപേഷ്യന്റോ അല്ലെങ്കിൽ ഇൻകോളേജോ ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രിലിമിനറി ഇന്റർവ്യൂസ് ഓൾസോ നോൺ ആസ് സെലക്ഷൻ. എന്താണ് courtesy ഇന്റർവ്യൂ എന്നും പറയുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. മറ്റുള്ളത് വായിച്ചു നോക്കാം. courtesy ഇന്റർവ്യൂ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, വായിച്ചു നോക്കിയ 3 പാരഗ്രാഫും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അപ്ലിക്കേഷൻ ഫോംസ്. അപ്ലിക്കേഷൻ ഫോംസ് അപ്ലിക്കേഷൻ പ്ലാൻസ്. അണ്ടർലൈൻ ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന മറ്റൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാനോ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫോം ഇസ് ഓൾസോ നോൺ ഡാഷ് എഴുതി വെക്കാട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കും.
എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നോ? കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഒരു 2 ആഴ്ചയൊക്കെയില്ലേ നമുക്ക് തുടങ്ങിയിട്ട്. കിട്ടിയിട്ടില്ലേ? കിട്ടിയായിരുന്നോ അല്ലെ? ഓക്കെ, കിട്ടാത്തവരുണ്ടോ ഇനി ടെക്സ്റ്റ്? ഇല്ല. ഓക്കെ. Application forms are or application plans are used to gain basic details of the candidate. Okay, നമുക്ക് എന്താണ് application forms കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ പറ്റുന്നുണ്ട്. It helps to identify the candidate interested area and prove to be of greater help in the discussion during the interview. അല്ലെ, നമുക്കറിയാം ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം തരുമല്ലേ, അവിടെ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫിൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ അവിടെ എടുത്തിട്ടാണ്, അത് നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന്റെ വിവരങ്ങൾ ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും. It is an effective way of collecting the candidate previous information. അല്ലെ, എന്താണ് കാൻഡിഡേറ്റ്സ് ഉള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യാനായിട്ട് ഒരു effective way ആണ് இந்த application form എന്ന് പറയുന്നത്. It also helps to pass the candidate details to management and other members of the interview panel and also facilitate the data storage for future use. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ആപ്ലിക്കേഷൻ ഫോം ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇപ്പോ കാൻഡിഡേറ്റ്സിന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഫ്യൂച്ചർ റെക്കോർഡ്സിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു വെക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ചിലപ്പോ ഇന്റർവ്യൂവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു വ്യക്തിയായിരിക്കാം നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നത്, അല്ലെങ്കിൽ പാനൽസ് ഉണ്ടാവും അല്ലെ, 3 4 വ്യക്തികളാണ് ഒരു ഇന്റർവ്യൂ പാനൽ ഉണ്ടാവും ഇല്ലേ, കണ്ടിട്ടില്ലേ നിങ്ങളെ സിനിമയിലൊക്കെ. അപ്പൊ എന്താണ് അവർക്കൊക്കെ കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം സഹായിക്കുന്നുണ്ട്. Since the application blank is filled by the candidate is on handwriting, it proves to be useful tool for analyzing personality and suitability to the organization. അല്ലെ, നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയിലേക്ക് ഇപ്പോ ഇന്ന ദിവസം ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10 മണിയാകുമ്പോൾ അല്ലെ, 10 മണിക്ക് എത്തണം അല്ലെങ്കിൽ 9:30 എത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ 9:30 എത്തും. അവിടെയുള്ള ആപ്ലിക്കേഷൻ ഫോം തന്നെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഫിൽ ചെയ്യാനിരിക്കും അവിടെ, നമ്മൾ പറഞ്ഞു കൊടുക്കാനോ ഡീറ്റെയിൽസ്, അതിലാണ് നമ്മൾക്ക് ആ ഫോം തരും. നമ്മൾ തന്നെ ഫിൽ ചെയ്യണം, അത് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിന്റെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിലാണ് അത് പൂരിപ്പിക്കുന്നത് ഇല്ലേ. ഓക്കെ, ഇനി എന്താണ് application forms are either detailed and concise depending upon the preference of the organization. This information requires these forms in different ways type of the member and the organization. Okay, അപ്പോൾ application ഫോമിൽ എന്താണ് അത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ തന്നെ ചുരുക്കിയിട്ടുള്ള അല്ലെ ഒരു കൺസൈസ് ഫോമിലായിട്ട് അല്ലെ, ചുരുക്കിയ രൂപത്തിൽ, പക്ഷെ എന്താണ് ഒന്നും വിട്ടുപോകാത്ത രീതിയിലുമായിരിക്കും ആപ്ലിക്കേഷൻ ഫോം കൊടുത്തേക്കുന്നത്, ഫിൽ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇനി അവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കിയേ. ആപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ഫോർ പബ്ലിക്കേഷൻ. അവര് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ് ആപ്ലിക്കേഷൻ ഫോമിനെ കുറിച്ച്. എന്താണ് ഡെഫിനേഷൻ? ഡെഫിനേഷൻ ഓർത്ത് വെക്കാട്ടോ, പഠിക്കാം, ചോദിക്കാറുണ്ട്. ഇതാര് തന്ന ഡെഫിനേഷൻ ആണ്, ഇതാര് കോയിൻ ചെയ്തതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്, ഡിഫൈൻ ചെയ്തതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് ഓരോ ഡെഫിനേഷനും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, the main item of the information requested on application blank. Application blank എന്ന് പറഞ്ഞാൽ അറിയാലോ, ആപ്ലിക്കേഷൻ ഫോമിനെ തന്നെയാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് പറയുന്നത്? നെയിം, അഡ്രസ്, ഏജ്, മെറിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ ഡിപെൻഡൻസ്, സ്കൂളിംഗ് എക്സ്പീരിയൻസ് ആൻഡ് റെഫറൻസ്. എളുപ്പമുള്ള ഒരു ഡെഫിനേഷൻ ആണ് അല്ലെ.
എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ അപ്ലിക്കേഷൻ ഫോമിൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ബാങ്കില് നമ്മൾ എന്താണ് എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നെയിം ഉണ്ടാവും, അഡ്രസ്, ഏജ്, നമ്മുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, നമ്മുടെ സ്കൂളിങ്, അല്ലെ ഏത് സ്കൂളിലാണ് പഠിച്ചത്, നമ്മുടെ അഡ്രസ്, എക്സ്പീരിയൻസ്, റഫറൻസ്, അങ്ങനെയുള്ള എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ, നെയിം തൊട്ട് റഫറൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മളൊരു ഇതെന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ബാങ്ക് എന്ന് പറയുന്നത്. അതാണ് അവര് തന്നിരിക്കുന്ന ഡെഫിനിഷൻ. ആരാണ്? US നാഷണൽ ഇൻഡസ്ട്രിയൽ കോൺഫറൻസ് ഫോർ അപ്ലിക്കേഷൻ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെച്ച്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന മറ്റൊരു പേരാണ് അപ്ലിക്കേഷൻ ബ്രാൻഡ് എന്നുള്ളത്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആക്ച്വലി ഡെഫിനേഷനും അതുപോലെ തന്നെ പാരഗ്രാഫ് ഒന്ന് വായിക്കാട്ടോ. നമുക്ക് അറിയാവുന്ന പാരഗ്രാഫാണ്. വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പർപ്പസ് ഓഫ് അപ്ലിക്കേഷൻ ഫോംസ്. ഓക്കെ, ഏതൊക്കെയാണ് നോക്കിയ പോയിന്റ് വൈസ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊവൈഡ് ബേസിസ് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ, to provide legal protection to the applicants, to facilitate effective and effective interview verification. Okay, 4 പോയിന്റ് ആണ്. ഇതിനകത്ത് ഒന്നാമത്തെ നോക്കിയേ, provide precise factual information. Pre-screening job candidate is the main purpose of an application form. Through application forms, the candidates contact information, educational background, reference, employment history are communicated to the employer. Application forms also provide various additional information to the employers, such as job-related skills, salary requirements of the applicants, and whether applicant is available for the part-time job or within, as well as the hours of availability. അപ്പൊ എന്താണ് പ്രൊവൈഡ് പ്രിസൈസ് ആൻഡ് ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എന്താണ് അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ സ്ക്രീനിങ് അല്ലെ, എന്താണ് ഒരു നമ്മുടെ ഇന്റർവ്യൂവിന് മുമ്പുള്ള ഒരു പരിശോധന അല്ലെ എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പരിശോധനയാണ്, പ്രീ സ്ക്രീനിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഈ അപ്ലിക്കേഷൻ ഫോമിൽ? നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്.
എന്തൊക്കെയാണ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെ, കോൺടാക്ട് ഇൻഫർമേഷൻസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇപ്പോ മുമ്പ് വല്ലയിടത്തും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റഫറൻസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റഫറൻസുകൾ ഉണ്ടാവും, എംപ്ലോയീസ് ഹിസ്റ്ററി അങ്ങനെയുള്ള, അതുപോലെ തന്നെ എന്താണ് മുമ്പ് ജോലിക്ക് പോയിട്ടുള്ള അടുത്തെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയറുമായിട്ട് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, റഫറൻസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഈ ആപ്ലിക്കേഷൻ ഫോമിൽ. ഇനി അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കുന്നെങ്കിൽ എംപ്ലോയീസ് എന്താണ് ജോബ് റിലേറ്റഡ് സ്കിൽസുകള്, സാലറി റിക്വയർമെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ. ഇപ്പോ നമ്മൾ മുമ്പ് ഒരിടത്തും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എന്ത് ടൈപ്പ് ഓഫ് ജോബാണ് ചെയ്യുന്നത്, അവിടുത്തെ സാലറിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ അല്ലെങ്കിൽ സ്ക്രീനിങ് അല്ലെ, ഒരു ഫസ്റ്റ് പരിശോധനയാണ് പറയാനായിട്ട് പറ്റും. പിന്നെ എന്താണ് to provide a legal protection to the applicant. Personal information and their individual privacy and have been protected by the law since the establishment of the Title 7 of the Civil Rights Act of 1964. Civil Rights Act ചോദിക്കാറുണ്ട് 1964 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. It is not a correct to use a job application form that is more than a few years old. Questions that were asked 5 years ago are not acceptable. Equal employment opportunity, commission based on federal legislation provide guidance to employers on what information can be requested from the candidates so as to avoid prejudice based on sex, race, religion, color, national origin, age, disability, or genetic information. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു സിവിൽ റൈറ്റ്സ് ആക്ട് 1954. അപ്പോ അതില് പേഴ്സണൽ ഇൻഫർമേഷൻ അതുപോലെ തന്നെ ഇൻഡിവിജ്വലിന്റെ പ്രൈവസിക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിന്റെ പ്രൈവസിക്ക് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോ സിവിൽ റൈറ്റ്സ് ആക്ട് വന്നിരിക്കുന്നത് 1964 അത് പ്രകാരം നമ്മൾ എന്താണ് ഈ ഇന്റർവ്യൂ നടത്തുമ്പോൾ എംപ്ലോയർക്ക് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ പ്രകാരം പറയുന്നത് ഈ എംപ്ലോയർ ആണല്ലോ കാൻഡിഡേറ്റിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇന്റർവ്യൂ നടത്തുമ്പോൾ. അപ്പോൾ ഈ എംപ്ലോയേഴ്സിന് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയിട്ട് വേണം അവരോട് ചോദിക്കാൻ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ആദ്യം മുതൽ ഒരു 5 വർഷം തുടർന്ന് 5 വർഷം മുതൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആവരുത് ചോദിക്കുന്നത്. അതായത് റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം എംപ്ലോയീസിനോട് ചോദിക്കാനാണ്. ഓക്കെ, നമ്മൾ ഒരു 5 വർഷം നമ്മൾ തുടർന്ന് പോയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവരുത്, അല്ലെങ്കിൽ 5 വർഷം നമ്മൾ ചോദിച്ചു വരുന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവരുത് എംപ്ലോയീസിനോട് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നത്. റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ കൂട്ടിക്കലർത്തി അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മളോട് ചോദിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ സെക്സ്, റേസ്, റീജിയൻ അങ്ങനെയുള്ള ഞങ്ങൾക്ക് പ്രിജുഡൈസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ പ്രിജുഡൈസ് എന്ന് പറഞ്ഞാലും മുൻധാരണകളാണ്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട റേസ്, സെക്സ്, റീജിയൻ, ഒറിജിൻ, ഏജ് ഇതിനെ പറ്റിയുള്ള മുൻധാരണകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് സിവിൽ റൈറ്റ്സ് ആക്ട് 1964. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ പ്രകാരം എന്താണ് തുടർന്ന് വന്നിരിക്കുന്ന 5 വർഷത്തിലെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആവരുത് ചോദിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് ക്വസ്റ്റ്യൻസുകൾ? റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയിട്ട് വേണം എംപ്ലോയീസിനോട് ചോദിക്കാനായിട്ട്. ഓക്കെ, വായിച്ചു നോക്കി. ഇത്രയും വരെ വെച്ച് നമുക്ക് നിർത്താം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്.
ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത്രയും വരെ ഇതില്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.